നമസ്കാരം. നമുക്കറിയുന്ന ഒരു കാര്യത്തിനെതിരെ മാത്രമാണ് പോരാട്ടം സാധ്യമാവുക, അല്ലെങ്കിൽ അത് നിഴൽ യുദ്ധമായി പോകും. ലങ് ക്യാൻസറിനെതിരായ പോരാട്ടവും അങ്ങനെ തന്നെയാണ്. ആധുനികവും കൃത്യവും ഫലപ്രദവുമായ ചികിത്സാ രീതികൾ നമുക്കുണ്ട്. പക്ഷേ രോഗം ആദ്യം തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ലങ് ക്യാൻസറിനെതിരായ അവബോധത്തിന്റെ ഭാഗമായുള്ള ഈ സീരീസിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് പരുമല ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം തലവനായ ഡോക്ടർ മാത്യൂസ് ജോസ് ആണ്. ഡോക്ടർ, സ്വാഗതം. ഇപ്പോൾ പലപ്പോഴും പല മിഥ്യാധാരണകളും ക്യാൻസറിനെ കുറിച്ചുണ്ട്. അപ്പോൾ നമ്മുടെ ലങ് ക്യാൻസറിനെ കുറിച്ചും പല മിഥ്യാധാരണകളും ഉണ്ട്. അതിലൊന്ന്, ഞാൻ പുകവലിക്കില്ല, അപ്പോൾ ഞാൻ വളരെ സേഫാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പുകവലിക്കാത്തവരെല്ലാം സേഫാണോ? തീർച്ചയായിട്ടും പുകവലിയാണ് ലങ് ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. പക്ഷേ ഈ പറയുന്ന പോലെ പുകവലിക്കാത്തവരിലും തീർച്ചയായും ക്യാൻസർ വരും. ലാസ്റ്റ് 5 ഇയേഴ്സിലെ ഒരു കണക്കനുസരിച്ച് ഓൾമോസ്റ്റ് 30 to 40% കേസുകളിലും പുകവലിക്കാത്ത മനുഷ്യരിലും ക്യാൻസർ കാണുന്നു. OPD-യിലാണെങ്കിൽ നമ്മൾ കാണുന്ന കേസുകളിൽ ഒരു 10-ൽ 3-4 കേസ് വരുന്നവർ നോൺ സ്മോക്കേഴ്സാണ്. അത് പ്രധാനമായിട്ടും സ്ത്രീകളിലും കൂടുതലായിട്ട് കണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായ ഒരു കാര്യം. ഇപ്പോൾ ഈ നോൺ സ്മോക്കേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ഏത് രീതിയിലാണ് ഇത് ബാധിക്കുന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒന്ന് പാസീവ് സ്മോക്കിംഗ് ആണ് ഒരു കാരണം. അതായത് നമ്മൾ സ്മോക്കേഴ്സ് പുക വലിച്ച് അന്തരീക്ഷത്തിലേക്ക് വിടുന്ന പുക വീണ്ടും സ്ഥിരമായി ശ്വസിച്ച്, അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ സ്ഥിരമായി അത് ശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്കും വർഷങ്ങളോളം കഴിയുമ്പോൾ നമുക്കും ലങ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രധാന കാരണമെന്ന് പറയുന്നത് എയർ പൊല്യൂഷനാണ്. ഇപ്പോൾ പല രീതിയിൽ, ഇപ്പോൾ ഡീസൽ വാഹനങ്ങളുടെ ഉപയോഗം, അതിൽ നിന്ന് വരുന്ന ഫ്യൂംസ്, ഇൻഡസ്ട്രീസ്, അതിൽ നിന്ന് വരുന്ന വിഷവാതകങ്ങൾ, അതുപോലെ കെമിക്കൽസ്, അതുപോലെ പലപ്പോഴും ചില ഇൻഡസ്ട്രി, ആസ്ബസ്റ്റോസ് പോലുള്ള ഇൻഡസ്ട്രികളിലുള്ള ക്രോണിക് ആയിട്ടുള്ള എക്സ്പോഷർ, ചില ജനിതകമായ ഹെറിഡിറ്ററി പാറ്റേൺ ചിലപ്പോൾ വളരെ റെയർലി നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തെ ഒരു സിംഗിൾ ഫാക്ടർ എടുത്ത് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള ഈ കോസുകൾ കൊണ്ട് തന്നെ നമുക്ക് ഈവൻ നോൺ സ്മോക്കേഴ്സിലും ക്യാൻസർ വരാം. ഡോക്ടർ പറഞ്ഞതിൽ ഒന്നാമത്തെ കാരണം പാസീവ് സ്മോക്കിംഗ്. അപ്പോൾ ഈ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ പുകവലിക്കുന്നവരുണ്ടാകാം, ഇല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളിലുണ്ടാകും. ചില ഓഫീസുകളിലൊക്കെ AC ഓഫീസുകളാകാം. അപ്പോൾ പുകവലിച്ചിട്ട് ഒരാൾ നേരെ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു പാസീവ് സ്മോക്കിങ്ങിലേക്ക് പോകും. ഇത് നമുക്ക് എത്ര കാലം കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് അത് മറ്റൊരു പ്രശ്നത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് പോകുന്നത്? അത് എക്സാക്ട്ലി നമുക്ക് അങ്ങനെ ഒരു സ്റ്റഡി എടുത്ത് പറയാൻ ബുദ്ധിമുട്ടാണ് എത്ര വർഷം കൊണ്ടാണെന്നുള്ളത്. പക്ഷേ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെയുള്ള എക്സ്പോഷർ തന്നെയല്ലോ. നമ്മൾ പുറത്തേക്ക് അത് ഞാൻ പറഞ്ഞു മൾട്ടി ഫാക്ടോറിയലാണ്. അവിടെ നിന്നുള്ള ആ ചെറിയ എക്സ്പോഷർ കൂടാതെ ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തുള്ള പൊല്യൂഷനും ഇതും എല്ലാം കൂടെ ചേർന്നായിരിക്കാം നമുക്കത് ഈ ഒരു ക്യാൻസറിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ എത്ര വർഷം എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടാണത്. അപ്പോൾ ഒരാളിപ്പം പാസീവ് സ്മോക്കിംഗ് ഉണ്ട്, ഈ പറയുന്നത് പോലെ പൊല്യൂട്ടൻസിനോട് ആൾ കൂടുതൽ എക്സ്പോസ്ഡ് ആണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ജനസമൂഹങ്ങൾ തന്നെ അങ്ങനെയാകുമല്ലോ. അപ്പോൾ ഇത് ഓരോരുത്തരിലും ഈ ക്യാൻസർ ബാധിക്കാനുള്ളൊരു സാധ്യത അത് പലതും പലതാണ്. അതെ അതെ. ഇപ്പോൾ പറയുകയാണെങ്കിൽ അതിന് ചില ജനറ്റിക് പ്രീഡിസ്പോസിഷൻസ് എന്ന് പറയും. അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ളവരിൽ. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ചിലപ്പോൾ അത്രയും വർഷം വേണ്ടി വരില്ല ലങ് ക്യാൻസറിലേക്ക് എത്താനായിട്ട്. ശരിയാണ്. ഒരിക്കലും ഒരു ജേർണലിസ്റ്റ് പറയുകയുണ്ടായി, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പണം കൊടുത്ത് വാങ്ങിക്കാവുന്ന പല കാര്യങ്ങളുണ്ട്, പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുകേഷ് അംബാനിക്ക് പോലും പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള, അല്ലെ മലിനീകരണ മുക്തമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് സാധ്യമല്ല എന്ന് പറയാറുണ്ട്. അപ്പം എത്ര ധനമുണ്ടെങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റാത്തതാണ് ഈ പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ ക്വാളിറ്റി ഓഫ് എയർ എന്ന് പറയുന്നത് വളരെ മോശമാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ജീവിക്കാൻ നിർബന്ധിതരാവുകയാണ്. അങ്ങനെയുള്ളവർ എന്ത് പ്രിക്കോഷനാണ് എടുക്കുക? പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം സ്വയമായിട്ട് തീരുമാനിക്കുക, നമ്മളിങ്ങനെയുള്ള സ്മോക്കിംഗ് കാര്യങ്ങളുള്ള ഹാബിറ്റ്സ് ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. രണ്ട്, നമ്മൾ എപ്പോഴും നമ്മളൊരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് HEPA ഫിൽറ്റേഴ്സ്, അങ്ങനെയുള്ള ഫിൽറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അത് സാധാരണ എല്ലാവർക്കും എത്രത്തോളം എത്തിപ്പെടാൻ പറ്റും എന്നുള്ള അറിയില്ല. പിന്നെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എയർപോർട്ടിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോകുമ്പോഴും ഒക്കെ നമ്മൾ സ്പെഷ്യൽ സ്മോക്കിംഗ് സോൺ കൊടുക്കുന്നത് അതുകൊണ്ടാണ്. കാരണം അവിടെയുള്ളവർ വലിക്കാൻ ഉദ്ദേശിക്കുന്നവർ അവിടെ മാത്രമായിട്ടിരുന്ന് വലിക്കുക, ബാക്കിയുള്ളവർ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസ് നമ്മൾ മാറ്റി നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു പോസിബിലിറ്റി. പിന്നെ
ഇൻഡസ്ട്രി പൊല്യൂഷൻസിന് നമ്മളിപ്പോൾ നമുക്കറിയാം കോവിഡിൻ്റെ സമയത്ത് ഇതെല്ലാം നിന്ന് പോയ സമയത്ത് നമ്മുടെ ഈവൻ എൻവയോൺമെൻറ്റ് തന്നെ ഒരു ശരിക്കും ഒന്ന് വ്യത്യാസം വന്നതാണ്. അപ്പോൾ ആ പൊല്യൂഷൻ്റെ അവരത് കുറച്ചുകൂടെ ഫിൽറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ഇത് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ അതിന് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു സപ്പോർട്ടും വളരെ അനിവാര്യമാണ്. പിന്നെ ചില തൊഴിൽ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവർ ഈ പറയുന്നത് പോലെ ഇതിനോടൊക്കെ വളരെ പ്രോണാണ്. അവർക്കത് നിർബന്ധിതമായി അവരുടെ ജീവനോപാധി എന്ന നിലയിൽ ഇതൊക്കെ ചെയ്തേലേ സാധ്യമാകത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർ എന്ത് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ ഇത് കോമൺലി നമ്മൾ ലങ് ക്യാൻസർ കാണാറുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ആസ്ബസ്റ്റോസ് എക്സ്പോഷർ ഉള്ളവർ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. പക്ഷേ സ്റ്റിൽ പണ്ട് വർഷങ്ങളോളം അങ്ങനെ ഇതിനെപ്പറ്റി അറിയാത്തവരപ്പോൾ അതിൻ്റെ പൊടി പലപ്പോഴായിട്ട് വർഷങ്ങളോളം അതിൻ്റെ അകത്ത് ശ്വസിച്ച് കാര്യങ്ങളായിട്ട് പിന്നീട് അത് ലേറ്റർ ഓൺ ലങ് ക്യാൻസറായിട്ട് നമ്മൾ വരുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ വീട്ടിലാണെങ്കിലും പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന പാചകങ്ങൾ പലപ്പോഴും നമ്മൾ ഇത് കത്തിച്ച് നമ്മൾ ചെയ്യുന്ന പുക അതിൻ്റെ പുക ശ്വസിക്കുന്ന അവസ്ഥകളുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം നമ്മൾ ഗ്യാസിലേക്ക് മാറി. അപ്പോൾ ആ ഒരു ഏരിയ കഴിയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. സ്ത്രീകൾക്ക് ലങ് ക്യാൻസർ വരാനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? ഞാൻ പറഞ്ഞല്ലോ, ഒരു 30 to 40% സാധ്യതകൾ എപ്പോഴും ഉണ്ട് നമുക്ക് ലങ് ക്യാൻസർ വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായിട്ടുള്ളത് ആണ്. പിന്നെ ഒരു കൃത്യമായൊരു റീസൺ നമുക്ക് എടുത്തു പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ഒരു 5 to 10 ഇയേഴ്സിൽ നമ്മൾ ഈ നമ്പേഴ്സ് വളരെ കൂടുതലാണ് സ്ത്രീകളിലും. അത് സ്പെഷ്യലി അഡിനോകാർസിനോമ എന്ന് പറയുന്ന വേരിയൻ്റാണ് കോമൺലി സ്ത്രീകളിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഡോക്ടറിൻ്റെ ഒരു പേഷ്യൻസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഈ ലങ് ക്യാൻസറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി വരുന്നത്? നമ്മളൊരു 50+ ആണ് എപ്പോഴും കോമൺലി കാണാറുണ്ട്. 50 to 75 ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് കാണാറുള്ളത്. അപ്പോൾ അതിൽ മിക്കവാറും തന്നെ സ്മോക്കിംഗ് ഹിസ്റ്ററി ഒരു 20 to 30 ഇയേഴ്സ് സ്ട്രോങ് സ്മോക്കിംഗ് ഹിസ്റ്ററി ഉണ്ടാവാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 5 ഇയേഴ്സ് ആയിട്ട് ഇത് താഴെ ഒരു 40-30 അടുത്തും നമ്മൾ കാണാറെന്നുള്ളത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ ഈ ചെറുപ്പത്തിൽ നമ്മൾ ആരംഭിക്കുന്ന ചിലർ ഈ കൗമാരത്തിൽ തന്നെ പുകവലി ആരംഭിക്കുമല്ലോ. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ആരംഭിക്കുന്ന ഈ ശീലം ചിലപ്പോൾ ഈ രോഗം നമ്മൾക്ക് സമ്മാനിക്കുന്നത് ലേറ്റർ സ്റ്റേജിലായിരിക്കും എന്നല്ലേ? നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും പ്രശ്നങ്ങൾ ഉടനെ അല്ല, നമ്മൾ ഇമ്മീഡിയറ്റ് എഫക്റ്റ് അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് ഒരു 10 to 20 ഇയേഴ്സിൽ നമുക്കത് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി നമ്മളങ്ങ് നോക്കുമ്പോൾ നമുക്ക് അന്നേരത്തെ ഒരു പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണുന്നുണ്ടാവില്ല. അന്നേരത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ COPD അല്ലെങ്കിൽ ആസ്മയുടെ എക്സസർബേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിട്ടായിരിക്കും കാണുന്നത്. മുന്നോട്ടുള്ള വർഷങ്ങൾ ഇത് അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് ഫ്യൂച്ചറിലേക്കാണ് നമ്മളിത് ഈ ഉള്ള പ്രോബ്ലംസ് നമ്മൾ കാണാറ്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങുന്ന ഒരു ശീലം അത് പിന്നീട് അഡിക്ഷനായി മാറുന്നു, പിന്നെ അത് മാറ്റാൻ പറ്റാതാകുന്നു. അപ്പോൾ ഏത് രീതിയിലാണ് പുകവലിയിൽ നിന്ന് നമുക്ക് പുറത്ത് വരാൻ സാധിക്കുന്നത്? അത് സ്വയം ഒരു ഇൻസൈറ്റ്, സ്വയം ഒരു അവബോധം ഉണ്ടായെങ്കിൽ മാത്രമാണോ? അല്ലെങ്കിൽ പലപ്പോഴും ഫാമിലിയിലുള്ളവരെല്ലാം വളരെ ഫോഴ്സ് ചെയ്യും പുകവലി നിർത്തണം, പക്ഷെ ആ വ്യക്തിക്ക് കൂടെ ഒരു തോന്നലുണ്ടാകണ്ടേ? അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് ചെയ്യേണ്ടത് സ്വന്തമായിട്ട് ഒരു തീരുമാനം എന്തായാലും വേണം. കാരണം എനിക്ക് പുകവലി നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ. പക്ഷേ അത് പലപ്പോഴും നമ്മൾ OP വന്നു കഴിയുമ്പോഴത്തേക്കും പേഷ്യൻസ് വന്നു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപദേശം കൊടുത്തു വിടും. പക്ഷേ അവർ കേട്ടിട്ട് പോവും, വീട്ടിൽ ചെല്ലുമ്പോൾ അത് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ അവർക്ക് അതിനകത്ത് എസ്പെഷ്യലി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് സ്മോക്ക് ചെയ്യുന്ന സമയത്ത് നിക്കോട്ടിൻ എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അപ്പോൾ അത് ഭയങ്കര അഡിക്റ്റീവാണ്. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ സ്ട്രെസ് വരുന്ന സമയത്ത് ഫസ്റ്റ് അതിലേക്ക് നമ്മൾ പോവുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഉപദേശം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഫാമിലിയുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ടോടു കൂടി അവർ ചിലപ്പോൾ ഇത് നിർത്തുന്ന സമയത്ത് അജിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്കുണ്ടാവാതെ അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറയുന്നത് വീണ്ടും റീവിസിറ്റ്സ് ആവശ്യമാണ്. അപ്പോൾ വീണ്ടും അവരെ വിളിച്ചിട്ട് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയും. അതായത് അവർ ആരുടെ അടുത്തെങ്കിലും നമ്മളൊരാളുടെ അടുത്ത് അക്കൗണ്ടബിൾ ആയാൽ മാത്രമാണ് നമ്മളിത് വലിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കാനായിട്ട്. അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നിന്നാകുമ്പോൾ നമ്മൾ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സ്മോക്കിംഗ് ഫ്രീ സെസേഷൻ ആയിട്ടുള്ളൊരു ഇത് കൊടുക്കുന്ന സമയത്ത് അത് നിർത്താനായിട്ട് നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 വീക്സ് കൂടുമ്പോൾ അവരുടെ അടുത്ത് കണ്ട് ചോദിക്കും. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് അവർ അക്കൗണ്ടബിൾ ആകുമ്പോൾ ഇന്ന് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ഒരു പാക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റിലേക്ക് കുറച്ചു എന്നുള്ളത് പറയുന്ന അവർ വലിയ പോസിറ്റീവായിട്ടാണ്. പിന്നെ അവർക്ക് നമ്മൾ കൊച്ചു കുട്ടികൾ നമ്മളൊരു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കൊരു സപ്പോർട്ടീവായിട്ട് പോസിറ്റീവായിട്ട് നമ്മൾ പറയില്ല, നമ്മൾ പോയിൻറ്റ്സ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അവർ അപ്രിഷ്യേറ്റ് ചെയ്യണം.
നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അവർ നോക്കുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന കംപ്ലയിൻറ്റ് ഇതുവരെ വലിയ നിർത്തി എന്നുള്ള ഇല്ല എന്നായിരിക്കും പറയുന്നത്. പക്ഷേ നമ്മളത് അവർക്ക് അപ്രിസിയേഷൻ കൊടുക്കണം. കാരണം അവർ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടുള്ള ഇതിൽ നിന്ന് ഒരു പാക്കറ്റിൽ നിന്ന് 2 or 3 കുറച്ചിട്ടുണ്ടാവും. അത് അവർ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് പതിയെ നമുക്കതിനെ നിർത്താനായിട്ട് പറ്റും. പിന്നെ കൂടാതെ നിക്കോട്ടിൻ ഗംസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നമുക്ക് ആ ഒരു നിക്കോട്ടിൻ്റെ അഡിക്ഷൻ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സ്വന്തമായിട്ടും പിന്നെ എല്ലാവരുടെയും സമൂഹത്തിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നിർത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു വശത്ത് നമ്മൾ ഈ പുകവലിക്കുന്നവരോട് എന്തുകൊണ്ട് പുകവലിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് 100-101 കാരണങ്ങളുണ്ട്. ഇപ്പോൾ ചില ഡോക്ടർ പറഞ്ഞ പോലെ സ്ട്രെസ്സ് പറയും, ചിലർ പറയും എനിക്ക് ഉറങ്ങണമെങ്കിൽ പുകവലിക്കണം, ചിലർ പറയും എനിക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പുകവലിക്കണം, ചിലർ പറയും എനിക്ക് ഇന്ന സാഹചര്യങ്ങളിൽ പുകവലിക്കാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അത്രയും കാരണങ്ങളുണ്ട്. മറുവശത്ത് നമ്മളിത് പുകവലി നിർത്തണം എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാരണങ്ങൾ നമുക്ക് പറയാം? പറയാനായിട്ട് നമുക്കുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഫാമിലിയിലുള്ളവർ ഇതുമായിട്ട് നമ്മൾ, കാരണം ഇത് ക്യാൻസർ മാത്രമല്ല നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ, ബാക്കിയുള്ള കാർഡിയക് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫാമിലിയിൽ നമുക്കുള്ള ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയാണ് കൂടെ അവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി ഫ്യൂച്ചറിലേക്കുള്ള കുട്ടികൾക്ക് വരെ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ചൈൽഡ് ബിയറിങ് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് എപ്പോഴും ഇതെല്ലാം പ്രശ്നങ്ങളാണത്. അപ്പോൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ തന്നെ ബാക്കി നമ്മൾ ഫാമിലിയിൽ മറ്റുള്ളവർക്കാണ് പ്രശ്നം വരുന്നതെങ്കിലോ, അപ്പോൾ അങ്ങനെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ വരുന്നപ്പോൾ സ്മോക്കർ ആയിരിക്കില്ല നമുക്ക് ഡിസീസായിട്ട് വരുന്നത്, കൂടെ വരുന്ന പേഷ്യൻ്റ് ചിലപ്പോൾ ഇതൊന്നും ചെയ്യാതെ പാസീവ് സ്മോക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് ഫാമിലിയെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളും അവർ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ സ്വന്തമായിട്ട് ഇത് കൂടാതെ തന്നെ ഒരു ഇന്ന ലിസ്റ്റ് ഓഫ് ഡിസീസുകളുടെ പ്രധാന കാരണം സ്മോക്കിംഗ് ആണ്. ഇപ്പോൾ കാർഡിയാക്, സ്ട്രോക്ക്, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണങ്ങളിലൊന്ന് നമ്മുടെ ഈ ഹാബിറ്റ് തന്നെയാണത്. അപ്പോൾ അത് അവർ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം. അതുപോലെ പല വീടുകളിലും ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് മാതാവോ പിതാവോ പുകവലിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഭയങ്കരമായി വാത്സല്യം കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ അമിതമായ വാത്സല്യം കൊടുക്കുമ്പം ഈ പുകവലി ശീലമുള്ളവരിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളിലേക്കും ഈ പറയുന്നത് പോലെ പാസീവ് ക്രോണിക് എക്സ്പോഷർ കൊണ്ട് വരാം. അതിന് ഇപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് പോലെ തന്നെ തേർഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയും. അതായത് ഈ പറയുന്ന ഇത് ഈ സ്മോക്ക് കാര്യങ്ങളെല്ലാം അവിടെ എവിടെയും പറ്റി പിടിച്ചിരുന്ന് നമ്മളിപ്പോൾ അത് ചെടികളിലോ നമ്മളവിടെ തൊട്ടടുത്ത് വലിക്കുന്ന സമയത്തുള്ള ഇത് ചെടികളിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ വസ്ത്രങ്ങളിലോ ഇതൊക്കെ അതിൻ്റെ ഫ്യൂംസും ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതും നമ്മൾ ക്രോണിക് എക്സ്പോഷർ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ വരും. പക്ഷേ കൃത്യമായൊരു പഠനങ്ങൾ നമ്മളുടെ അടുത്ത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്, പക്ഷേ തിയറിറ്റിക്കലി സംഭവിക്കാവുന്നതാണത്. അപ്പോൾ നമ്മൾ ഈ കാരണങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ലങ് ക്യാൻസർ വളരെ ലേറ്റർ സ്റ്റേജിലായിരിക്കും ഇത് കണ്ടുപിടിക്കാനാവുക എന്നുള്ളത്. അതുകൊണ്ട് എന്താണ് അങ്ങനെ ഒരു വൈകൽ ഇതിൽ സംഭവിക്കുന്നത്? ഇത് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്മോക്കേഴ്സിൽ നമ്മളെപ്പോഴും സിംറ്റംസ് വളരെ കുറേ നാളുകളായിട്ട് എന്തായാലും ഈ കോഫ് കാര്യങ്ങൾ നമ്മളുണ്ടാവും. അപ്പോൾ അവരെപ്പോഴും തന്നെ അതൊരു പ്രതീക്ഷയായിരിക്കുന്നത് വരാം. കാരണം ഇപ്പോഴത്തെ അവയർനെസ് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം മിക്കവാറും ലങ് ക്യാൻസർ ആയിരിക്കാം വരുന്നുള്ളത്. പക്ഷേ നോൺ സ്മോക്കേഴ്സിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇതിൻ്റെ ക്യാൻസറുകൾ, ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു അഡിനോ കാർസിനോമ എന്ന് പറയുന്നൊരു വേരിയൻ്റാണ് കാണുന്നത്. അതെപ്പോഴും ലങ്സിൻ്റെ അറ്റങ്ങളിലാണ് മിക്കവാറും ഈ പറയുന്ന ലീഷൻസൊക്കെ വരുന്നത്. അപ്പോൾ ഏർലി സിംറ്റംസ് ചിലപ്പോൾ പലപ്പോഴും ഉണ്ടാവില്ല. പലപ്പോഴും ഏർലി ആയിട്ടുള്ള ഡിസീസ് നമ്മൾ കണ്ടെത്തുന്നത് വേറെ എന്തെങ്കിലും കാരണത്തിന് നമ്മൾ സ്കാൻ എടുക്കുമ്പോൾ ആക്സിഡൻ്റൽ ഡിറ്റക്ഷൻ ആയിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും കാണുന്നത്. അപ്പോൾ ഏർലി സിംറ്റംസ് ഈ അഡിനോ കാർസിനോമയിൽ ചിലപ്പോൾ മിസ് ചെയ്യാം. പക്ഷേ കോമൺ സിംറ്റംസ് നമ്മൾ യൂഷ്വലി കാണുന്നതെന്ന് പറയുന്നത് വിട്ടുമാറാത്ത ചുമ. അപ്പോൾ ഒരു 2-3 ആഴ്ചയ്ക്ക് മേളിൽ നമ്മൾ ചുമ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അതിനർത്ഥം ചുമയുള്ളവർക്കെല്ലാം പ്രശ്നം ഉണ്ടെന്നുള്ളതല്ല. പക്ഷേ ഇപ്പോഴത്തെ ഇത് ഒരു 2-3 വീക്സിനും മേളിൽ നമുക്ക് കോഫ് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫിസിഷ്യനെയോ പൾമനോളജിസ്റ്റിനെയോ കണ്ട് എന്താണ് ചുമയുടെ കാരണം ഒരു എക്സ്റേ എടുത്ത് നോക്കാവുന്നതാണ്. ഇനി ഇത് കൂടാതെ ചുമച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം ചിലപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ കഫത്തിൽ ബ്ലഡിൻ്റെ അംശം നമുക്ക് കാണാനായിട്ട് സാധിക്കും ചിലരിൽ. പിന്നീട് ശ്വാസമുട്ടൽ, അതും ഈ ഒരു പുതിയ സിംറ്റംസ് ആയിട്ട് പലപ്പോഴും ഇതിൻ്റെ കൂടെ തന്നെ കാണാറുണ്ട്. പിന്നെ ചിലപ്പോൾ അത് നെഞ്ച് വേദനയായിട്ടായിരിക്കാം ചിലർക്കുണ്ടാവുക. ഇനി ഇത് അഡ്വാൻസ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സിംറ്റംസ് പലപ്പോഴും ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് ചുമയോ ഉണ്ടാവില്ല, ചിലർ വരുന്നത് ബോൺ പെയിൻ ആയിട്ടായിരിക്കും, അവിടെ ഇവിടെ മറ്റേ എല്ലുകൾക്ക് വേദന ആയിട്ടായിരിക്കാം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇവാലുവേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ചിലപ്പോൾ അത് ബോണിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. ചിലർ മഞ്ഞപ്പിത്തമായിട്ടായിരിക്കാം വരുന്നത്, ലിവറിലേക്ക് സ്പ്രെഡ് ചെയ്ത്. അതുപോലെ ചിലരുടെ സോഡിയത്തിൻ്റെ അളവ് ചിലപ്പോൾ കുറഞ്ഞ് ചിലർക്ക് അപസ്മാരം മാതിരി ചിലപ്പോൾ വരാം. അപ്പോൾ അത് ബ്രെയിനിലേക്ക് ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ഓരോ ഏരിയയിൽ നമുക്ക് ഏത് ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്ത്
അതിൻ്റെ സിംറ്റംസും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഏറ്റവും ഏർലി ആയിട്ട് കണ്ടെത്തിയാൽ നമുക്ക് ചികിത്സ ഏറ്റവും നന്നായി കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഏറ്റവും ആദ്യം അത് കണ്ടെത്തുക എന്നതിൽ ഈ പറയുന്നത് പോലെ ലക്ഷണങ്ങൾ കാണിക്കാത്ത ഒരു വിഭാഗം ഉണ്ടല്ലോ. അപ്പോൾ ഈ പുകവലിക്കുന്നവർ ഇൻ ജനറൽ ആ രീതിയിലൊരു സ്കാനിങ്ങോ അല്ലെങ്കിൽ ഡയഗ്നോസിസോ ചെയ്യുന്നു. അതെ, നമ്മൾ പറഞ്ഞു വരുന്നത് സ്ക്രീനിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ഇതിനൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മളൊരു 20 to 30 ഇയേഴ്സോളം സ്ഥിരമായ ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവരിലൊരു 50 വയസ്സിന് ശേഷം ഇപ്പോൾ ആൾ സ്മോക്കിംഗ് നിർത്തിയെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിലും 50 to 75 ഇയേഴ്സിനിടെ ഒരു ലോ ഡോസ് CT എല്ലാ വർഷവും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെയുള്ള ചോദ്യം, നമ്മൾ CT എല്ലാ വർഷവും എടുത്താൽ കൊള്ളുമോ? പക്ഷേ അതിന് നമ്മൾ ലോ ഡോസ് CT നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ റേഡിയേഷൻ എക്സ്പോഷർ വളരെ കുറവാണ്. പക്ഷേ അങ്ങനെ നമ്മൾ അപ്പോൾ അവരിൽ സാധ്യത കൂടുതലാണ്. ഇത്രയും വർഷമായിട്ട് സ്മോക്കിംഗ് ചെയ്യുന്നവർ, അതിപ്പോൾ 10 വർഷമായിട്ട് സ്മോക്കിംഗ് അല്ലെങ്കിൽ 15 വർഷമായിട്ട് സ്മോക്കിംഗ് നിർത്തിയവരാണെങ്കിലും ഈ ഒരു ഇത്രയും വർഷത്തിലെ സ്മോക്കിംഗ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു 50 to 75 ഇയേഴ്സിനിടെ നമ്മൾ വർഷത്തിലൊരിക്കൽ ഒരു ലോ ഡോസ് CT എടുത്ത് നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വർഷത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ചെറിയ നോഡ്യൂൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഫോളോ അപ്പ് ചെയ്യുക. അതിൻ്റെ സൈസ് വളരുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബയോപ്സി എടുത്തത് ക്യാൻസറസ് ആണോ എന്നുള്ളത് നോക്കാവുന്നതാണ്. നമ്മളിനി ഡയഗ്നോസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ രോഗം കണ്ടെത്തുന്ന ആ ഒരു സ്റ്റേജ്, അപ്പോൾ അതിൽ തന്നെ പല ഘട്ടങ്ങളുണ്ടല്ലോ. രോഗത്തിൻ്റെ 1ാമത്തെ ഘട്ടമുണ്ട്, 2ാമത്തെ ഉണ്ട്, 3ാമത്തെ ഉണ്ട്. അപ്പോൾ ചിലർ പറയുന്നത് പ്രത്യേകിച്ച് ലങ് ക്യാൻസർ ഒക്കെ വരുമ്പോൾ ഒരു സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് എല്ലാ പ്രത്യാശയും അങ്ങ് മാറ്റിവെക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് നമ്മളത് കണ്ടെത്തുന്നത്, എന്താണ് അതിന് ചെയ്യാവുന്നത്? ഞാൻ പറഞ്ഞു, ഇത് ഏർലി സ്റ്റേജിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമ്മൾ ആക്സിഡൻ്റൽ ഡിറ്റക്ഷനാണ് കാണുന്നത്. അപ്പോൾ സ്റ്റേജ് 1 നമ്മളെന്ന് പറഞ്ഞാൽ ലങ്ങിൽ തന്നെ കൺഫൈൻഡ് ആയിരിക്കും, അവിടെ തന്നെ ആയിരിക്കും ആ ലീഷൻ നമ്മൾ നിൽക്കുന്നത്. അത് ഒരു 10% താഴെയായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടെത്താൻ സാധിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്നത് ഈ സിംറ്റംസ് ആയിട്ട് വരുമ്പോഴേ മിക്കവാറും അത് അടുത്ത സ്റ്റേജ് 2 അല്ലെങ്കിൽ സ്റ്റേജ് 3യിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ നമ്മളത് ഓൾറെഡി അത് തൊട്ടടുത്തുള്ള കയലകളിലേക്ക് എത്തിയിട്ടുണ്ടാവും, സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി അത് കയലകൾ വഴി അത് ചിലപ്പോൾ അത് ബോണിലേക്കോ ലിവറിലേക്കോ അല്ലെങ്കിൽ ബ്രെയിനിലേക്കോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ സ്റ്റേജ് 1 to 4 നമ്മൾ ഈ പറഞ്ഞ പോലെ, പക്ഷേ ഈ സ്റ്റേജ് 3, 4 കേസുകളായിരിക്കും ഒരു 50 to 60% മേളിൽ നമ്മൾ കാണുന്ന കേസുകൾ അഡ്വാൻസ് ഫേസിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു പല അവയവങ്ങളിലേക്ക് അത് ബാധിക്കാവുന്ന. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പം പ്രധാനപ്പെട്ട ഏതൊക്കെ അവയവങ്ങളിലേക്കാണ് ഇത് ബാധിക്കുന്നത്? പലപ്പോഴും എല്ലാവരും വിചാരിക്കുന്നത് ലങ് ക്യാൻസർ എന്ന് പറയുമ്പം അത് ലങ്സിൽ മാത്രമായിരിക്കും എന്നല്ല. അല്ല, ലങ് എന്ന് പറയുമ്പോൾ അത് ലങ്സിൻ്റെ അത് നമ്മൾ ഓപ്പോസിറ്റ് ലങ്ങിലേക്ക് ഫസ്റ്റ് പോവാം. പ്ലൂറൽ എഫ്യൂഷനായിട്ട് ലങ്സിൽ വെള്ളം കിട്ടുന്ന അവസ്ഥ വരാം. പിന്നെ അത് ബോണിലേക്ക് സ്പ്രെഡ് ചെയ്യാം, ലിവറിലേക്ക് സ്പ്രെഡ് ചെയ്യാം, പിന്നെ ബ്രെയിൻ, പിന്നെ കിഡ്നിയുടെ അഡ്രീനൽ ഗ്ലാൻഡിലേക്ക്. ഇതെല്ലാം കോമൺലി പോകുന്ന ഏരിയാസാണിത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോ സ്റ്റേജിലും നിലവിൽ നമുക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികൾ ഏതൊക്കെയാണ്? സ്റ്റേജ് 1 നമ്മൾ സപ്പോസ് ഭാഗ്യവശാൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് സർജറി ആണ് ഇത് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ. മോസ്റ്റ് ഓഫ് ദ കേസസിൽ സർജറി കൊണ്ട് തന്നെ നമുക്കത് ഡിസീസിനെ ക്യൂർ ചെയ്യാനായിട്ട് പറ്റും. സ്റ്റേജ് 2, സ്റ്റേജ് 3യിലേക്കാണ് നമ്മൾ ഡിസീസ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കീമോ ചിലപ്പോൾ എടുത്തതിന് ശേഷം, കുറച്ച് കീമോ എടുത്തതിന് ശേഷം സർജറിയിലേക്ക് നമുക്ക് പറ്റുമെന്നുള്ളത് നോക്കണം. ഇനി കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് 3 കേസുകളാണെങ്കിൽ സർജറി മിക്കവാറും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഒരു കീമോയും റേഡിയേഷനും കമ്പൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും നമ്മൾ ചെയ്യാറ്. ഇനി അത് സ്റ്റേജ് സപ്പോസ് 4ലേക്കാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സർജറി എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. റേഡിയേഷൻ ഓപ്ഷൻ വരും. നമ്മൾ എവിടെയെങ്കിലും പെയിനോ കാര്യങ്ങളോ ബോണിലേക്കുണ്ടെങ്കിൽ ശക്തമായ വേദന ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സാന്ത്വന ചികിത്സയുടെ ഭാഗമായിട്ടായിരിക്കും ചെയ്യുന്നത്. പ്രധാന ചികിത്സ നമ്മൾ വരുന്നത് സ്റ്റേജ് 4 വരുന്നത് കീമോതെറാപ്പി, അതുപോലെ തന്നെ ഇമ്മ്യൂണോ തെറാപ്പികൾ, ടാർഗറ്റഡ് തെറാപ്പികളൊക്കെ ആയിരിക്കും. നമ്മൾ ഈ സർജറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓവേറിയൻ ക്യാൻസർ ആണെങ്കിൽ ആ ഓവറി മുഴുവനായിട്ട് എടുത്ത് മാറ്റുക. അപ്പം നമ്മൾ ഈ ലങ് ക്യാൻസറിൻ്റെ കേസിൽ സർജറി എന്ന് പറയുമ്പോൾ ഡോക്ടർ സർജറി യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ഒന്നിലെ ലോബെക്ടമി എന്ന് പറയും, ആ ലോബ് എടുക്കുക, അല്ലെങ്കിൽ ലങ് മുഴുവനായിട്ട് ന്യൂമോണെക്ടമി, അത് ചെയ്യാവുന്നതാണത്. അപ്പോൾ ആ വ്യക്തിക്ക് ഈ പറയുന്നത് പോലെ ശ്വാസകോശ സംബന്ധമായ മറ്റെന്തെങ്കിലും രോഗം, ആസ്മയോ അല്ലെങ്കിൽ COPD ഒക്കെ ഉണ്ടെങ്കിൽ? അതെ. അപ്പോൾ നമ്മൾ സർജറി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ആളുടെ ലങ് റിസർവും കാര്യങ്ങളും നോക്കിയിട്ട് നമ്മളിതിലേക്ക് പോകുള്ളൂ. അപ്പോൾ അതുപോലെ പ്രീഡിസ്പോസിങ് വേറെ ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, വേറെ കാർഡിയക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ആൾക്ക് ഇതൊരു സർജറി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൈഡിൽ നിന്ന് ഫിറ്റ്നസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് സർജറി കഴിഞ്ഞാൽ ഒരു നോർമൽ ലൈഫിലേക്ക് പോകാനായിട്ട് പറ്റും. നമ്മളിപ്പം ലങ് ക്യാൻസർ എന്ന് മാത്രമല്ല ഏതൊരു
ട്രീറ്റ്മെൻറ്റിൻ്റെ കേസിലും ഇപ്പം കോവിഡിൻ്റെ സമയത്ത് തന്നെയാണെങ്കിലും നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള എല്ലാവരെയും വിളിച്ചു ചോദിക്കും, കോവിഡ് ബാധിതരായിരുന്നവരെയൊക്കെ വിളിച്ചു ചോദിക്കും, നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് ഗുളിക കഴിച്ചത്, എന്നിട്ട് അതേ ഗുളികകൾ വാങ്ങിച്ചു കഴിക്കാനും അതേ കാര്യങ്ങളിലേക്ക് പോകാനും. ഇപ്പോൾ ചിലർ പറയും മഞ്ഞൾ ആവി പിടിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഒരുപാട്, അതായത് ഇതിൽ ശാസ്ത്രീയമായുള്ളതും അല്ലാത്തതുമായുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമല്ലോ. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ലങ് ക്യാൻസറിൻ്റെ കേസിലും പലരും ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഇതേപോലെ ബാധിച്ച ഒരാളുണ്ടെങ്കിൽ ആ ആളിന് ഡോക്ടർ ഇന്ന ചികിത്സയാണല്ലോ കൊടുത്തത്, അതെന്താ എനിക്ക് തരാത്ത, അപ്പം ഡോക്ടറിൻ്റെ കുപ്പായം ചിലപ്പോൾ എനിക്ക് ചേർന്നെന്ന് വരില്ല. അപ്പോൾ ഒരു ടൈലേർഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണോ ആവശ്യം? ഒരു പേഴ്സണലൈസ്ഡ് തെറാപ്പിയാണ് നമ്മളിപ്പം, അത് ഏത് ക്യാൻസറിനും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അതിപ്പോൾ ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് നമ്മൾ ഒരു സ്റ്റേജ് 4 ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു പാലിറ്റീവ് ആയിട്ടുള്ള ഒരു കീമോതെറാപ്പി കൊടുക്കുക. അവരുടെ സർവൈവൽ ഒരു വർഷത്തിൽ താഴെയായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ മനസ്സിലാക്കി ഈ ക്യാൻസറിനെ പറ്റി കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നുള്ളത്. അപ്പോൾ ആ ട്യൂമർ ടിഷ്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നോക്കിയിട്ട് ഈ വ്യക്തിയിൽ ക്യാൻസർ വരാനുള്ള കാരണം മ്യൂട്ടേഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് റൺ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ടൊരു 10-15 മ്യൂട്ടേഷൻസ് നമ്മൾ നോക്കി ആ രോഗിയിൽ ഈ മ്യൂട്ടേഷൻസ് പോസിറ്റീവ് ആണെങ്കിൽ അതിന് പ്രത്യേകമായി ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട്. ഇനി ആ രോഗി തന്നെ ഇപ്പോൾ മ്യൂട്ടേഷൻസ് നെഗറ്റീവ് ആണെങ്കിൽ അതിൽ തന്നെ ചില PDL1 എന്ന് പറഞ്ഞ മാർക്കേഴ്സ് ഉണ്ട് ആ ട്യൂമറിൻ്റെ അകത്ത്. അപ്പോൾ അത് പോസിറ്റീവാണ്, ഇമ്മ്യൂണോതെറാപ്പിയുടെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇന്നത്തെ സർവൈവൽ അപ് ടു 5 years വരെയുണ്ട് സ്റ്റേജ്. അപ്പോൾ പണ്ട് നമ്മൾ സ്റ്റേജ് 4 നമ്മൾ പണ്ട് 1 year പറഞ്ഞുകൊണ്ടിരുന്ന പല കേസുകളിലും ടാർഗറ്റഡ് തെറാപ്പിയുടെയൊക്കെ ഹെൽപ്പോടുകൂടി 4 to 5 years വരെ ഇന്ന് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ പലരുടെയും കേസിൽ ഓർക്കാറുണ്ട്, ഈ സ്റ്റേജ് 4 എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിച്ച് അന്ത്യദാശ കൊടുക്കുകയും കുടുംബാംഗങ്ങളൊക്കെ ഒരു എന്താ മരണാസന്നമായ വീട്ടിലെന്ന് ആ രീതിയിലൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുകയും ചെയ്യുന്ന കേസുകളാണ്. അത് 5 വർഷം വരെയൊക്കെ നമുക്ക് ഉയർത്താമെന്ന് പറയുന്നത്. ഇതിനു മുമ്പ് പേഴ്സണൽ എക്സ്പീരിയൻസുകളും ഉണ്ട്. നമ്മൾ വളരെ മോശമായിട്ട് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ 1 month കൊണ്ട് തന്നെ ആ ലങ്സിലുള്ള എഫ്യൂഷനും കാര്യങ്ങളും എല്ലാം പോയി വളരെ ആരോഗ്യവാന്മാരായിട്ട് തിരിച്ചു വന്നേക്കുന്നവരുണ്ട്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും എല്ലാം ഒരുപോലെ ആയിരിക്കില്ല. ഇത് ഈ പറയുന്നത് മ്യൂട്ടേഷൻസ് ഉള്ള കേസുകൾ എന്ന് പറയുന്നത് 20 to 30% ആൾക്കാരിൽ മാത്രമേ വരുള്ളൂ. മോസ്റ്റ് ഓഫ് ദ കേസസ് സ്മോക്കേഴ്സ് ആയിരിക്കില്ല, അല്ലെങ്കിൽ റിഫോം സ്മോക്കേഴ്സ് ആയിരിക്കും. 15-20 വർഷം സ്മോക്കിംഗ് നിർത്തി കഴിഞ്ഞേക്കുന്നവരും കോമൺലി ഞാൻ ആദ്യം പറഞ്ഞ അഡിനോ കാർസിനോമ എന്ന് പറയുന്ന ടൈപ്പിലായിരിക്കും കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇനി അഡിനോ കാർസിനോമയുള്ള എല്ലാ കേസുകളിലും ഈ പറയുന്ന മ്യൂട്ടേഷൻസ് വരണമെന്ന് നിർബന്ധമില്ല. അതൊരു കോമൺലി കാണുന്ന ഒരു 20 to 30% ആൾക്കാരിൽ ഈ മ്യൂട്ടേഷൻസ് വരാറുള്ളൂ. അപ്പോൾ പലപ്പോഴും ഈ ടാബ്ലറ്റ് ഒരാൾക്ക് കൊടുത്ത് റെസ്പോൺസ് കണ്ട് മറ്റൊരാൾ വന്നിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ടാബ്ലറ്റ്സ് തരാത്തതെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. പക്ഷേ അവരിൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ സ്മോക്കർ ആയിരിക്കും, അവരുടെ ടൈപ്പ് വേറെ ആയിരിക്കും, അവർക്ക് ഈ മ്യൂട്ടേഷൻസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്നുള്ള രീതിയിൽ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും നല്ല ചികിത്സാ രീതികളൊക്കെ നമുക്ക് നമ്മുടെ രാജ്യത്ത് ലഭ്യമാണോ? തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ US അതേ ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്കിന്ന് ഇവിടെ എല്ലാം നമുക്ക് ലഭ്യമാണ്. ഒൺലി തിങ് നമുക്കത് അതിൻ്റെ കോസ്റ്റ് ഫാക്ടർ ഡെഫിനറ്റ്ലി നമുക്ക് അഫോർഡബിലിറ്റി കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും ഈ പറയുന്ന ടാർഗറ്റഡ് തെറാപ്പി ടാബ്ലറ്റുകൾ നമുക്ക് അഫോർഡബിൾ ആണ്. പക്ഷേ ഈ ഇമ്മ്യൂണോ തെറാപ്പികൾ നമുക്ക് തീർച്ചയായിട്ടും കോസ്റ്റ് കുറച്ച് കൂടിയാണ് നിൽക്കുന്നത്. പക്ഷേ അതിന് നമുക്ക് പലപ്പോഴും ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് നമുക്കൊരു പേഷ്യൻ്റ് അസിസ്റ്റൻറ്റ് പ്രോഗ്രാംസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് പലപ്പോഴും അഫോർഡബിൾ അല്ലാത്തവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് ഇമ്മ്യൂണോ തെറാപ്പി, എന്താണ് ടാർഗറ്റഡ് തെറാപ്പി? ഇപ്പോൾ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ തന്നെ ശരീരത്തിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിൽ T cells എന്ന് പറയുന്ന കോശങ്ങളുണ്ട്. ആ T cells എന്ന് പറയുന്ന കോശങ്ങൾ ക്യാൻസറിനെതിരെ വഴിതിരിച്ച് വിടുക. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ക്യാൻസറിനെതിരെ വഴിതിരിച്ച് വിടുക. അപ്പോൾ എന്നിട്ട് ക്യാൻസർ സെല്ലുകളെ അതിനെതിരെ നമുക്ക് വഴിതിരിച്ച് വിട്ട് അതിന് ക്യാൻസർ കോശങ്ങളെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. മറ്റേത് കീമോതെറാപ്പി എന്ന് പറയുന്നത് ക്യാൻസർ സെൽസ് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള സെൽസിനെ, ആ സെൽ ഡിവിഷനെയാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ സെൽസിനെയും അവിടെ അഫക്റ്റ് ചെയ്യും. ഇമ്മ്യൂണോതെറാപ്പിയിൽ നമുക്കത് അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് കുറവാണ്. ഇനി ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ചില മ്യൂട്ടേഷൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ മ്യൂട്ടേഷൻസിൽ നമ്മൾ ഈ ഗുളികളായിട്ടാണ് കേട്ടോ ഈ ടാബ്ലറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഗുളികളായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇത് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള മ്യൂട്ടേഷൻസിനെ അഫക്റ്റ് ചെയ്ത് ഇത് ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ക്യാൻസർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, അപ്പോൾ ക്യാൻസർ ബാധിതർ അത്തരം ഹോസ്പിറ്റലുകളിൽ പോകുന്നതാണോ അതോ എല്ലാ സൗകര്യങ്ങളുമുള്ള, ഇതൊരു സമഗ്രമായ ചികിത്സാ രീതിയാണല്ലോ, അപ്പോൾ അങ്ങനെ കോംപ്രിഹെൻസീവായ സൗകര്യങ്ങളുള്ള ഇടത്ത് പോകുന്നതായിരിക്കുമോ നല്ലത്? നമുക്ക് ഇതിൻ്റെ അകത്ത് ക്യാൻസറിൻ്റെ ഒരു പ്രധാന ഇതെന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ അതിന് സമയം ഏറ്റവും ഫാസ്റ്റായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഈ ചികിത്സയ്ക്ക് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയതിന് അതിനൊരു ഏകോപനം ആവശ്യമാണത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു കേസ് നമ്മൾ വന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഏകോപിപ്പിച്ച് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോകാനായിട്ട്. ഇപ്പോൾ ബയോപ്സി എടുക്കാൻ റേഡിയോളജിയുടെ ഹെൽപ്പ് വേണം, പത്തോളജി റിപ്പോർട്ട്സ് ഫാസ്റ്റാക്കി കിട്ടണം, സ്കാനിന് വീണ്ടും റേഡിയോളജിയുടെ ഹെൽപ്പ് വേണം, വീണ്ടും നമ്മൾ സർജൻ ആണെങ്കിൽ സർജൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കണം. അപ്പോൾ അതെല്ലാം ഒരു മൾട്ടി ഡിസിപ്ലിനറി ട്യൂമർ ബോർഡ്സ് ഉണ്ട്. ആ ട്യൂമർ ബോർഡിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഇന്ന സമയം കൊണ്ട് കാര്യങ്ങൾ എത്രയും ഫാസ്റ്റായി ട്രീറ്റ്മെൻറ്റ് പറ്റും എന്നുള്ളൊരു ഒരു കോംപ്രിഹെൻസീവ് ക്യാൻസർ സെൻ്ററിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് വളരെ ഫാസ്റ്റായിട്ടും എഫക്റ്റീവായിട്ടും കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡോക്ടർ എന്തായാലും ഈ ഒരു സീരീസിൽ ലങ് ക്യാൻസറിനെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു. അത് പ്രേക്ഷകർക്കൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലുമാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. കഴിയുമെങ്കിൽ ഒഴിവാക്കാനാകുന്ന ഒന്നാണ് ലങ് ക്യാൻസർ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ട് ലങ് ക്യാൻസറിന് വേണ്ടി നമുക്ക് ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കാം. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിദഗ്ധനുമായി പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.